നമുക്കിന്ന് കുരുമുളക് കിട്ടിയ ഒരു അയിലക്കറി ഒന്ന് വെച്ച് നോക്കിയാലോ. ഞാനിവിടെ ഒരു സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 10-15 ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത്, 5-8 അല്ലി വെളുത്തുള്ളി. ഈ ഉള്ളിയും കുരുമുളകും എല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞതിൻ്റെ ചൂടെല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നമ്മളൊന്ന് ഒരുമാതിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താത്ത് വെക്കാം. നമ്മളെ കുരുമുളക് ഉള്ളിയെല്ലാം വഴറ്റിയ ചട്ടിയിൽ തന്നെയാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് 2 കരിയാപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി. നമുക്ക് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ച് വെച്ച ഉള്ളിയും കുരുമുളകും എല്ലാം അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ജാറ് കഴുകി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കഷ്ണം പുളി കുതിർത്ത് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് അടച്ചു വെക്കാം. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് തുറക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 അയിലയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം. നമുക്കിത് തുറക്കാം. നമ്മുടെ മീനിൻ്റെ ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. തവി കൊണ്ട് നമ്മൾ ഇളക്കാൻ പോയി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളക് ഇട്ട മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം.